നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അന്നേ നമുക്കെങ്ങും പോകാൻ പറ്റത്തില്ല. ഇക്കൊക്കെ സ്കൂളിൽ ക്ലാസ് ഉള്ളതുകൊണ്ടേ. അപ്പോൾ ഇക്ക പറഞ്ഞു നമുക്കിന്ന് എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ, ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏകദേശം 12 മണിയൊക്കെ ആയപ്പോൾ റെഡിയായിട്ട് ഞങ്ങൾ തെന്മലയിൽ പോകാനാണ് പ്ലാൻ ഇട്ടത്. അവിടെ ചെന്ന് ഇച്ചിരി നേരം കറങ്ങി അടിച്ച് ഫുഡൊക്കെ അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി. പക്ഷേ 5 ടൗണിലെത്തിയപ്പോൾ ഇക്ക പറഞ്ഞു നമുക്ക് എന്താ നേരെ നമുക്ക് എഴുത്താണി പോയാലും. നമ്മൾ എഴുത്താണി എന്ന് ചോദിച്ചു. കൊട്ടാരക്കരയിൽ ഫേമസ് ഹോട്ടലുണ്ട് എഴുത്താണി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ നല്ല സൂപ്പർ തലശ്ശേരി ദം ബിരിയാണി, അത് മട്ടൻ ബിരിയാണിയാണ് കഴിച്ചത് കേട്ടോ. അത് മട്ടൻ ബിരിയാണി എന്ന് വെച്ചപ്പോൾ സൂപ്പർ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ഒരു ലെമൺ ജ്യൂസും കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ പോയതെന്ന് വെച്ചാൽ മീൻപിടിപ്പാറ. മീൻപിടിപ്പാറ എന്ന് കേട്ടിട്ടുള്ളൂ, പക്ഷേ കാണാൻ കുറേ നാളുകൊണ്ടേ ആഗ്രഹിച്ചൊരു സ്ഥലമാണ്. പക്ഷേ നേരെയൊക്കെ കൊണ്ടുപോയത് അവിടെയായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അധികം ആളൊന്നും ഇല്ലായിരുന്നു, നല്ല വെയിലുമായിരുന്നു. പക്ഷേ വെയിലാണെങ്കിൽ പോലും ശരി, അവിടുത്തെ വെള്ളം വീഴുന്ന സൗണ്ടും പിന്നെ നല്ല കാറ്റും ഒരു ഊഞ്ഞാലെട്ടി കേസ്. അപ്പോൾ ഞാനും ഇക്കാടെ അതിൽ കയറിയിരുന്ന് ആടുമായിരുന്നു കുറച്ച് നേരം. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് താപ്പോട്ട് നടന്ന് പോയി. പക്ഷേ അവിടെ നടന്നപ്പോൾ മൊത്തവും ഈ കോളേജ് സ്റ്റുഡൻസും ഫാമിലി എന്ന് പറയുമ്പോൾ 2-3 പേര് മാത്രമേ ഉള്ളൂ, അത് ബാക്കിയെല്ലാം കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അത് കണ്ടതിന് ശേഷം നേരെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് കറങ്ങി അടിച്ചിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ച് പതുക്കെ ഇവിടുന്ന് വലിഞ്ഞു. പക്ഷേ എന്ത് ചെയ്യാനാണ്, വീട്ടിൽ നിന്നപ്പോഴത്തേക്ക് ഇക്ക് ഇതെല്ലാം ഇതിൽ വീഡിയോസ് ഫുള്ള് മക്കളെ കാണിച്ച് അവരങ്ങ് കരയാനും തുടങ്ങി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ ഇവർ രണ്ടുപേരും കൊണ്ടാണ് പോകുന്നത്. പക്ഷേ എന്തായാലും സ്കൂളിൽ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് മുടക്കണ്ടല്ലോ, വേറൊരു ദിവസം കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ട് തന്നെ മാത്രമേ പോയത് കേട്ടോ. പക്ഷേ ഈ വീഡിയോസ് കണ്ടപ്പോഴത്തേക്ക് ഇതും അതും ഭയങ്കര കരച്ചിലായിരുന്നു. അവർ പിന്നെ പറഞ്ഞ് എക്സാം കഴിഞ്ഞിട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ